ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് വാത്മീകി രാമായണം സുന്ദരകാന്ഡം ശ്ലോകങ്ങൾ 195 മുതൽ. ഹനുമാൻ മേഘജാലാനി പ്രാകർഷൻ മാരുതോ യഥാ. സിംഗിൾ ലൈൻ ശ്ലോകമാണത്. ഹനുമാൻ മേഘജാലാനി പ്രാകർഷൻ മാരുതോ യഥാ. ഹനുമാൻ മേഘജാലാനി, ഹനുമാൻ മേഘക്കൂട്ടങ്ങളെ പ്രാകർഷത് വലിച്ചു കൊണ്ടുപോയി, മാരുതഃ കാട്ട്, യഥാ എന്ന പോലെ. അതായത് കാറ്റ് മേഘക്കൂട്ടങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഹനുമാൻ തൻ്റെ വേഗത്താൽ മേഘക്കൂട്ടങ്ങളെ താണ്ടിക്കൊണ്ട് മുന്നേറി. ഹനുമാന്റെ വേഗം അത്ര ശക്തമായിരുന്നു. മേഘങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം അവയെ കാറ്റ് മേഘങ്ങളെ നീക്കുന്നത് പോലെ താണ്ടി. കാറ്റ് മേഘങ്ങളെ നീക്കുന്നത് പോലെ ഹനുമാൻ അതിവേഗത്തിൽ മേഘങ്ങളെ താണ്ടി. ഹനുമാൻ മേഘജാലാനി പ്രാകർഷൻ മാരുതോ യഥാ. അടുത്ത ശ്ലോകം. കാലാഗരു സവർണാനി രക്തപീതസിതാനി ച കപിനാകൃഷ്യമാണാനി മഹാഭ്രാണി ചകാശിരേ. കാലാഗരു സവർണാനി രക്തപീതസിതാനി ച കപിനാകൃഷ്യമാണാനി മഹാഭ്രാണി ചകാശിരേ. കാലാഗരു, കറുത്ത അഗരു, അതായത് കൃഷ്ണവർണ്ണമുള്ള സുഗന്ധദ്രവ്യം. സവർണാനി, അതിൻ്റെ നിറമുള്ള. രക്ത, ചുവപ്പ്. പീത, മഞ്ഞ. സിത, വെള്ള. കപിന, ഹനുമാൻ. കൃഷ്യമാണാനി, വലിച്ചു കൊണ്ടുപോകപ്പെടുന്ന. മഹാഭ്രാണി, വലിയ മേഘങ്ങൾ. ചകാശിരെ, ശോഭിച്ചു, അതായത് കാണപ്പെട്ടു. കറുത്ത അഗരുവിൻ്റെ നിറം പോലെയും ചുവപ്പും മഞ്ഞയും വെള്ളയും നിറങ്ങളിലുള്ള വലിയ മേഘങ്ങൾ ഹനുമാൻ അവയ്ക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം വലിച്ചു കൊണ്ടുപോകപ്പെടുന്നത് പോലെ മനോഹരമായിട്ട് കാണപ്പെട്ടു. വിവിധ നിറങ്ങളിലുള്ള മേഘങ്ങൾക്കിടയിലൂടെ അങ്ങനെ ഹനുമാൻ കടന്നു പോകുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു. പല നിറങ്ങളിലുള്ള മേഘങ്ങൾക്കിടയിലൂടെയുള്ള ഹനുമാൻ അങ്ങനെ സഞ്ചരിച്ചു എന്ന് പറയുകയാണ് കവി. കാലാഗരു സവർണാനി രക്തപീതസിതാനി ച കപിനാകൃഷ്യമാണാനി മഹാഭ്രാണി ചകാശിരേ. പ്രവിശന്നഭ്രജാലാനി നിഷ്പദംശ്ച പുനഃ പുനഃ പ്രാവൃഷീന്ദുരിവാഭാതി നിഷ്പദൻ പ്രവിശംസ്തദാ. പ്രവിശന്നഭ്രജാലാനി നിഷ്പദംശ്ച പുനഃ പുനഃ പ്രാവൃഷീന്ദുരിവാഭാതി നിഷ്പദൻ പ്രവിശംസ്തദാ. പ്രവിശൻ, പ്രവേശിച്ചുകൊണ്ട്. അഭ്രജാലാനി, മേഘക്കൂട്ടങ്ങളിൽ. നിഷ്പദൻ, പുറത്തേക്ക് വരിക. പുനഃ പുനഃ, വീണ്ടും വീണ്ടും. പ്രാവൃഷി, മഴക്കാലത്ത്. ഇന്ദുഹു, ചന്ദ്രൻ. ഇവ, പോലെ. ആഭാതി, ശോഭിച്ചു. അതായത് മേഘക്കൂട്ടങ്ങളിൽ പ്രവേശിക്കുകയും വീണ്ടും വീണ്ടും പുറത്തു വരികയും ചെയ്ത ഹനുമാൻ മഴക്കാലത്ത് മേഘങ്ങൾക്കിടയിൽ നിന്ന് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ചന്ദ്രനെ പോലെ ശോഭിച്ചു. മേഘങ്ങൾക്കിടയിലൂടെ ഹനുമാൻ പ്രത്യക്ഷപ്പെടുകയും മറയുകയും ചെയ്യുന്ന കാഴ്ച മഴക്കാലത്തെ ചന്ദ്രനെ പോലെ ആയിരുന്നു. മേഘങ്ങൾക്കിടയിലൂടെ മറഞ്ഞും തെളിഞ്ഞും ഹനുമാൻ അങ്ങനെ ചന്ദ്രനെ പോലെ ശോഭിച്ചു. പ്രവിശന്നഭ്രജാലാനി നിഷ്പദംശ്ച പുനഃ പുനഃ പ്രാവൃഷീന്ദുരിവാഭാതി നിഷ്പദൻ പ്രവിശംസ്തദാ. പ്രദർശ്യമാന സർവത്ര ഹനുമാൻ മാരുതാത്മജഃ ഭേജേംബരം നിരാലംബം
ലംബപക്ഷ ഇവാദ്രിരാട്. പ്രദൃശ്യമാനഃ കാണപ്പെട്ടുകൊണ്ട്, സർവത്ര എല്ലായിടത്തും, മാരുതാത്മജഃ വായുപുത്രനായ ഹനുമാൻ, ഭേജെ പ്രാപിച്ചു, ആശ്രയിച്ചു, അംബരം ആകാശം, നിരാലംബം യാതൊരു ആശ്രയവുമില്ലാത്ത, ലംബപക്ഷ നീണ്ട ചിറകുകളുള്ള, ആദിരാട് ഗരുഡൻ. അതായത് എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വായുപുത്രനായ ഹനുമാൻ യാതൊരു ആശ്രയവുമില്ലാത്ത വിശാലമായ ആകാശത്തിലൂടെ നീണ്ട ചിറകുകളുള്ള ഗരുഡനെ പോലെ സഞ്ചരിച്ചു. ഹനുമാൻ ഭൂമിയിലോ മറ്റേതെങ്കിലും ആശ്രയത്തിലോ അല്ലാതെ ആകാശത്തിൽ അങ്ങനെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുകയായിരുന്നു. ഹനുമാൻ ഗരുഡനെ പോലെ സ്വതന്ത്രമായിട്ട് അങ്ങനെ ആകാശത്തിലൂടെ പറന്നു നടന്നു. പ്രദൃശ്യമാന സർവത്ര ഹനുമാൻ മാരുതാത്മജഃ, ഭേജേംബരം നിരാലംബം ലംബപക്ഷ ഇവാദ്രിരാട്. പ്ലവമാനം തു തം ദൃഷ്ട്വാ കോമ സിംഹികാ നാമ രാക്ഷസീ, മനസാ ചിന്തയാമാസ കോമ പ്രവൃദ്ധാ കാമരൂപിണീ. പ്ലവമാനം തു തം ദൃഷ്ട്വാ സിംഹികാ നാമ രാക്ഷസീ, മനസാ ചിന്തയാമാസ പ്രവൃദ്ധാ കാമരൂപിണീ. പ്ലവമാനം പറന്നുകൊണ്ടിരിക്കുന്ന, തം ആ ഹനുമാനെ, ദൃഷ്ട്വാ കണ്ടിട്ട്, സിംഹിക സിംഹിക എന്ന രാക്ഷസി, മനസ്സുകൊണ്ട്, ചിന്തയാമാസ ചിന്തിച്ചു, പ്രബദ്ധ വളർന്ന ശക്തയായ, കാമരൂപിണി ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാൻ കഴിവുള്ളവള്. അതായത് ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഹനുമാനെ കണ്ട സിംഹിക എന്ന രാക്ഷസി തനിക്ക് ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാൻ കഴിവുള്ളവളായി മനസ്സിലൊരു ചിന്ത നടത്തി. അങ്ങനെ ഹനുമാനെ കണ്ട സിംഹികയ്ക്ക് അവനെ ഭക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ ഹനുമാനെ കണ്ട സിംഹിക അവനെ ഇരയാക്കാനായിട്ട് തീരുമാനിച്ചു. പ്ലവമാനം തു തം ദൃഷ്ട്വാ സിംഹികാ നാമ രാക്ഷസീ, മനസാ ചിന്തയാമാസ പ്രബദ്ധാ കാമരൂപിണീ. അദ്യ ദീർഘസ്യ കാലസ്യ കോമ ഭവിഷ്യാമ്യഹമാശിതാ, ഇദം ഹി മേ മഹത് സത്വം കോമ ചിരസ്യ വശമാഗതം. അദ്യ ദീർഘസ്യ കാലസ്യ ഭവിഷ്യാമ്യഹമാശിതാ, ഇദം ഹി മേ മഹത് സത്വം ചിരസ്യ വശമാഗതം. അദ്യ ഇന്ന്, ദീർഘസ്യ കാലസ്യ ഏറെ കാലത്തിന് ശേഷം, ഭവിഷ്യാമി ആകും, ആശിത ഭക്ഷണം കഴിച്ചവള്, തൃപ്തയായവള്, ഇതം ഈ, മഹത് സത്വം മഹത്തായ ജീവി, ചിരസ്യ വളരെ കാലമായി, വശമാഗതം തൻ്റെ അധീനതയിൽ വന്നത്. അതായത് വളരെ കാലത്തിന് ശേഷം ഇന്നെനിക്ക് ഭക്ഷണം ലഭിക്കും. ഇത്രയും വലിയ ഒരു ജീവി വളരെ കാലത്തിന് ശേഷമാണ് എൻ്റെ അധീനതയിൽ വന്നിരിക്കുന്നത് എന്ന് സിംഹിക ചിന്തിച്ചു. ഹനുമാനെ ഒരു വലിയ ഇരയായി കണ്ട സിംഹിക സന്തോഷിച്ചു. ഹനുമാനെ ഭക്ഷിക്കാമെന്ന് കരുതി സിംഹിക വളരെയധികം സന്തോഷിച്ചു. അദ്യ ദീർഘസ്യ കാലസ്യ ഭവിഷ്യാമ്യഹമാശിതാ, ഇദം ഹി മേ മഹത് സത്വം ചിരസ്യ വശമാഗതം. ഇതി സഞ്ചിന്യ മനസാ കോമ ഛായാമസ്യ സമാക്ഷിപത്, ഛായായാം ഗൃഹ്യമാണായാം കോമ ചിന്തയാമാസ വാനരഃ. ഇതി സഞ്ചിന്യ മനസാ കോമയുണ്ട്. ഇതി സഞ്ചിന്യ മനസാ ഛായാമസ്യ സമാക്ഷിപത്, ഛായായാം ഗൃഹ്യമാണായാം ചിന്തയാമാസ വാനരഃ. ഇതി ഇങ്ങനെ, സഞ്ചിന്യ ചിന്തിച്ചിട്ട്, മനസ്സിൽ,
ഛായാം നിഴലിനെ, അസ്യ അവൻ്റെ, സമാക്ഷിപത് പിടിച്ചെടുത്തു, ഛായായാം നിഴലിനെ, ഗൃഹ്യമാണായാം പിടിക്കപ്പെട്ടപ്പോൾ, വാനരഹ ഹനുമാൻ, ചിന്തയാമാസ ചിന്തിച്ചു. ഇങ്ങനെ ചിന്തിച്ച സിംഹിക ഹനുമാന്റെ നിഴലിനെ പിടിച്ചു. അപ്പോൾ തൻ്റെ നിഴൽ ആരാണ് പിടിച്ചിരിക്കുന്നത് എന്ന്, ആരോ പിടിച്ചിട്ടുണ്ട് എന്ന് അനുഭവപ്പെട്ടപ്പോൾ ഹനുമാൻ അതിൻ്റെ കാരണം ചിന്തിച്ചു. സിംഹിക്ക് പ്രത്യേകമായൊരു ശക്തി ഉണ്ടായിരുന്നു. ആകാശത്തിൽ സഞ്ചരിക്കുന്ന ജീവിയുടെ നിഴൽ പിടിച്ച് അതിൻ്റെ വേഗം തടയാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. സിംഹിക ഹനുമാന്റെ നിഴൽ പിടിച്ചു. അതോടെ അദ്ദേഹത്തിൻ്റെ വേഗം കുറഞ്ഞു ഹനുമാന്റെ. അപ്പോൾ ഇതി സഞ്ചിന്യ മനസാ ഛായാമസ്യ സമാക്ഷിപത്, ഛായായാം ഗൃഹ്യമാണായാം ചിന്തയാമാസ വാനരഃ. സമാക്ഷിപ്തോസ്മി സഹസാ കോമ പങ്കൂകൃതപരാക്രമഃ, പ്രതിലോമേന വാതേന കോമ മഹാനൗരിവ സാഗരേ. സമാക്ഷിപ്തോസ്മി സഹസാ പങ്കൂകൃതപരാക്രമഃ, പ്രതിലോമേന വാതേന മഹാനൗരിവ സാഗരേ. സമാക്ഷിപ്തഃ പിടിക്കപ്പെട്ട, വലിച്ചിഴയ്ക്കപ്പെട്ട, അസ്മി ഞാനായിരിക്കുന്നു, സഹസ പെട്ടെന്ന്, പങ്കൂകൃത ശക്തി നഷ്ടപ്പെട്ട, പരാക്രമഃ വീര്യം അതായത് ശക്തി, പ്രതിലോമേന വാതേന എതിർദിശയിൽ നിന്ന് വീശുന്ന കാറ്റിലാണ്, മഹാനൗഹു വലിയ കപ്പൽ, ഇവ പോലെ സാഗരെ സമുദ്രത്തിൽ. അതായത് പെട്ടെന്ന് ആരോ എന്നെ പിടിച്ചു വലിക്കുന്നത് പോലെ തോന്നുന്നു. എൻ്റെ ശക്തി തടയപ്പെട്ടിരിക്കുന്നു. സമുദ്രത്തിലെ എതിർകാറ്റിൽപ്പെട്ട വലിയ കപ്പലിനെ പോലെ എൻ്റെ ഗതി തടസ്സപ്പെട്ടിരിക്കുന്നു എന്ന് ഹനുമാൻ മനസ്സിലാക്കി. ഹനുമാന്റെ അതിവേഗ യാത്ര പെട്ടെന്ന് തടസ്സപ്പെട്ടു. കാരണം എന്തെന്ന് അദ്ദേഹം അന്വേഷിച്ചു. നിഴല് പിടിക്കപ്പെട്ടതോടെ ഹനുമാന്റെ വേഗം പെട്ടെന്ന് നിലച്ചു. സമാക്ഷിപ്തോസ്മി സഹസാ പങ്കൂകൃത പരാക്രമഃ, പ്രതിലോമേന വാതേന മഹാനൗരിവ സാഗരേ. ഊർധ്വം അങ്ങനെയാണ്, ചേർത്ത് വായിച്ചാൽ മതി. തിര്യഗൂർധ്വമധശ്ചൈവ കോമ വീക്ഷമാണസ്തതഃ കപിഃ, ദദർശ സ മഹത്സത്വം കോമ ഉത്ഥിതം ലവണാംബസി. തിര്യഗൂർധ്വമധശ്ചൈവ വീക്ഷമാണസ്തതഃ കപിഃ, ദദർശ സ മഹത്സത്വം ഉദ്ധിതം ലവണാംബസി. തിര്യക വശങ്ങളിലേക്ക്, ഊർധ്വം മുകളിലേക്ക്, അധഃ താഴേക്ക്, വീക്ഷമാണഃ നോക്കിക്കൊണ്ട്, തതഃ തുടർന്ന്, കപിഃ ഹനുമാൻ, ദദർശ കണ്ടു, മഹത്സത്വം വലിയൊരു ജീവി, ഉദ്ധിതം ഉയർന്നു വന്ന, ലവണാംബസി ഉപ്പുവെള്ളമുള്ള സമുദ്രത്തിൽ. അതായത് തുടർന്ന് ഹനുമാൻ വശങ്ങളിലേക്കും മുകളിലേക്കും താഴേക്കുമൊക്കെ നോക്കി. അപ്പോഴ് ഉപ്പുവെള്ളമുള്ള സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരുന്ന ഒരു വലിയ ജീവിയെ അദ്ദേഹം കണ്ടു. തൻ്റെ നിഴല് പിടിച്ചത് ആരാണെന്ന് അന്വേഷിച്ച ഹനുമാൻ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഭയങ്കരമായ സിംഹിയെ കണ്ടു. ഹനുമാൻ തൻ്റെ ഗതി തടഞ്ഞ സിംഹിയെ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് കണ്ടു. ഹനുമാൻ മേഘക്കൂട്ടങ്ങളൊക്കെ താണ്ടി ഗരുഡനെ പോലെ അതിവേഗത്തിൽ ലങ്കയിലേക്ക് പറക്കുകയായിരുന്നു. അപ്പോൾ പല വർണ്ണങ്ങളിലുള്ള മേഘങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും മറയുകയൊക്കെ ചെയ്ത കാഴ്ച മേഘങ്ങൾക്കിടയിലെ ചന്ദ്രനെ പോലെ മനോഹരമായിരുന്നു. അപ്പോഴാണ് സിംഹിക എന്ന രാക്ഷസി ഹനുമാനെ കാണുന്നത്. അവൾക്കൊരു പ്രത്യേക ശക്തി ഉണ്ടായിരുന്നു. ആകാശത്തിൽ പറക്കുന്ന ജീവിയുടെ നിഴല് പിടിച്ചാൽ അതിൻ്റെ വേഗം തടയാൻ കഴിയും. അങ്ങനെ അവൾ ഹനുമാന്റെ നിഴലിനെ പിടിച്ചു. ഉടൻ തന്നെ ഹനുമാന്റെ ഗതി തടസ്സപ്പെട്ടു. എതിർകാറ്റിൽപ്പെട്ട വലിയ കപ്പലിനെ പോലെ അദ്ദേഹത്തിൻ്റെ ശക്തിയും വേഗവും കുറഞ്ഞു. പക്ഷെ ഹനുമാൻ ഒട്ടും ഭയപ്പെട്ടില്ല.
എൻ്റെ വേഗം പെട്ടെന്ന് എങ്ങനെ കുറഞ്ഞു? എന്താണ് കാരണം എന്ന് വിവേകത്തോടെ ചിന്തിച്ച് മുകളിലേക്കും താഴേക്കും ചുറ്റുമൊക്കെ നോക്കി. അപ്പോഴ് സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വലിയൊരു രാക്ഷസ രൂപത്തെ അദ്ദേഹം കണ്ടു. അത് സിംഹികയായിരുന്നു. സുരസ ഹനുമാന്റെ വഴിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ പരീക്ഷിച്ചത് ബുദ്ധിയായിരുന്നു. സിംഹിക വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാഗ്രതയും പരാക്രമവും പരീക്ഷിക്കപ്പെടുകയാണ് ഇവിടെ. അതുകൊണ്ട് ഹനുമാന്റെ യാത്ര നമ്മെ പഠിപ്പിക്കുന്നത് ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ തടസ്സങ്ങൾ പലതും വരും. എന്നാലോ ആ തടസ്സം ഒന്ന് കണ്ടിട്ട് ഒട്ടും ഭയപ്പെടാതെ അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം. എന്നിട്ട് ബുദ്ധിയും ധൈര്യവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ വഴി തുറക്കപ്പെടും. തിര്യക്കൂർധമധശൈവ വീക്ഷമാണസ്തതഃ കവിഃ ദദർശ സമഹത്സത്വം ഉദ്ധിതം ലവണാംഭസി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഹനുമാൻ സ്വാമി കി ജയ്.